അന്ന് നമ്മൾ 40 കൊല്ലം മുമ്പ് പണിയുന്ന അതിന് അതായത് നമ്മൾ അത്ര പ്രിക്കോഷൻ നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത് കുറച്ചും കൂടിയൊക്കെ വലിച്ചിട്ട് പണിയായിരുന്നെങ്കിൽ വണ്ടി പാർക്കിങ്ങിനും ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് തുറവൂരിൻ്റെ മുഖച്ഛായ പറഞ്ഞോളൂ. ഇതിലൊക്കെ സംഭവം തന്നെ പറയാം. വീണാചോദൻ്റെ സംഭവം. വീണാചോദന് ആരാണ് അവന് മറ്റേ ക്ഷതം കൊട്ടുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല. എന്നിട്ട് പറയുന്നു നമ്മൾ കേസ് പിള്ളേരാണ് അവർ ആക്രമിച്ചതെന്ന് പറയുന്നത്. ആ സത്യം ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്നലെ തന്നെ ഇരുവരുള്ളായിട്ടുള്ള മറ്റേ മുഖ്യമന്ത്രിയും മോഹൻലാലിൻ്റെ അഭിമുഖം കാണിച്ചായിരുന്നു. മുഖ്യമന്ത്രി പറയുന്നത് അങ്ങേര് ഒരു തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത്, ഇതേവരെ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവണില്ല. അത് കേട്ട ആരെങ്കിലും പ്രസംഗമായിരുന്നു. അതായത് ഇങ്ങനെ അങ്ങേര് പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസി ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെത്താനാകുമായിരുന്നു. സത്യമാണോ അത്? അതിലുള്ള ഒരു ഗുണവിശേഷങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ആലഞ്ചേരിയുടെ കൊള്ളരായ്മകൾക്ക് കൂട്ടു നിന്നുകൊണ്ടല്ലേ അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത്? ഹായ് ഫ്രണ്ട്സ്, ജനവിചാരം ചാനലിലെ ഇന്നത്തെ ജനവിചാരം എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തുറവൂർ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഓപ്പൺ ജിമ്മിലാണ്. സ്ഥിരമായി ഇവിടെ ആരോഗ്യം പരിരക്ഷിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന ഇവിടുത്തെ കുറച്ച് പ്രദേശവാസികൾ ഇവിടെ ദിവസം വരുന്നവരാണ്. അപ്പോൾ അവരുമായുള്ള ഒരു ചർച്ചയിലാണ് നമ്മൾ ഇന്ന് രാവിലെ. ഈ പ്രദേശത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ വികസനങ്ങളെക്കുറിച്ച്, ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച്, നടക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് ഓരോരുത്തർക്കും പലതും പറയാനുണ്ടാവും. ഇവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക്. അപ്പോൾ ഈ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു 6:15 മണിക്ക് ഇങ്ങനെ ഓപ്പൺ ജിമ്മിൽ വന്ന് നിങ്ങളൊക്കെ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിന് വലിയൊരു സന്തോഷമാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആരോഗ്യത്തെ പ്രതി നമ്മൾ പലരും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർക്കും അത്ര ഒരു ശ്രദ്ധയൊന്നും ഇല്ലെന്നുള്ളതാണ് ആരോഗ്യത്തെ പറ്റി. ഇപ്പം നിങ്ങളൊക്കെ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ, മറ്റുള്ളവർ നിങ്ങളെ കണ്ട് കൂടുതൽ ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു പ്രദേശത്തെ പറ്റി, നിങ്ങൾ ഇവിടെ പ്രദേശത്ത് ജനിച്ചു വളർന്നവരാണ്. ഈ ഒരു പ്രദേശത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ ജിമ്മിൻ്റെ ഒരു ആവിഷ്കാരത്തെ പറ്റിയൊക്കെ ഒരു 2 വാക്ക് പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും തുറവൂർ പഞ്ചായത്ത് ഒരു ഗ്രാമപ്രദേശം തന്നെയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ ഓപ്പൺ ജിമ്മ് എന്ന് പറയുന്നത് തുറവൂരിൻ്റെ നാളുകളായിട്ട് ഇവിടെ ഒരു മാർക്കറ്റ്, അതായത് നമ്മൾ മാംസ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റായിരുന്നു. ഇത് വളരെ ശോച്യാവസ്ഥയിലായിരുന്നു ഈ മാർക്കറ്റ് കിടന്നിരുന്നത്. അതിനുശേഷം ഈ പഞ്ചായത്തിൽ UDF ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ മാർക്കറ്റിനെ പുനരാവിഷ്കരിച്ച് ഇത് ഒരു നല്ലൊരു ഓപ്പൺ ജിമ്മായിട്ട് നമുക്ക് മാറ്റി കിട്ടിയത്. ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ ഈ മാർക്കറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ പഞ്ചായത്തിൻ്റെ ഈ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഒരു ITI തുടങ്ങിയിട്ടുള്ളത്. അത് റോജി എം ജോൺ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് തുടങ്ങിയത്. ഈ ഭാഗം ഇത് നന്നായി പണിത് ഒരു ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കാനായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ ശ്രമിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അതിനുള്ള ഫണ്ടും ഈ എക്യുപ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യാനുണ്ടായത്. ഏകദേശം 2 വർഷമായിട്ട് തുറവൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി ജനങ്ങൾ, ഞങ്ങളെപ്പോലെയുള്ള ഒത്തിരി ആൾക്കാർ രാവിലെ മുതൽ ഏകദേശം 5 മണി മുതൽ ഇവിടെ ഓപ്പൺ ജിമ്മിൽ ജനങ്ങൾ വരുന്നുണ്ട്. വൈകുന്നേരവും ഈ ഓപ്പൺ ജിമ്മിൽ ജനങ്ങൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ആരോഗ്യ പരിപാലനത്തിൽ ഞങ്ങളെയൊക്കെ കൂടുതൽ പരിപോഷിപ്പിക്കാൻ പഞ്ചായത്ത് അധികാരികൾ ഇനിയും ഈ പഞ്ചായത്തിൽ ഒട്ടനവധി ഓപ്പൺ ജിമ്മുകൾ പല ഭാഗത്തായിട്ട് കൊണ്ടുവരും എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇപ്പോൾ ഇവിടെയുള്ള എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ആരാണ് നോക്കുന്നത്? അതാണ് ഞങ്ങൾക്കൊരു വിഷയമായിട്ട് ഉള്ളത്. കഴിഞ്ഞ 2 വർഷമായി എക്യുപ്മെന്റ്സ് വന്നിട്ട് ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ സൗണ്ട് കേട്ടു. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ അതാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ അതാണ്. ഇത് ഞങ്ങൾ ഇവര് പഞ്ചായത്തുകാരെ അറിയിച്ചു. ഈ എക്യുപ്മെന്റ്സ് പലതും ഇപ്പോൾ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പം
അറിയിച്ചപ്പോൾ അവർ ഇത് പ്രൊവൈഡ് ചെയ്ത ആൾക്കാരെ അറിയിച്ചെങ്കിലും അവരിതുവരെ വന്ന് അത് ചെയ്തു തന്നിട്ടില്ല. പല മെഷീനറിയും ഇവിടെയുള്ള പല മെഷീനറിയും ഞങ്ങളുടെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മോശാവസ്ഥ കൊണ്ടോ അതിപ്പം ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നിങ്ങൾ ഒരു പ്രൊമോഷൻ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനെ പരിപാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം ഇപ്പം നമുക്ക് ഓരോ പഞ്ചായത്തിൽ ചെന്നാലും ഇങ്ങനത്തെ പല ജിമ്മുകളും ഉണ്ട്. പക്ഷെ ആ ജിമ്മിനൊന്നും പ്രോപ്പറായ ഒരു പരിപാലനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ അതിങ്ങനെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമായിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഈ തുറവൂർ പഞ്ചായത്തിന്റെ ഏരിയയില് കാര്യം നമ്മളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് ഹിന്ദിക്കാര്. ഇപ്പൊ ഞാൻ തന്നെ ഇതിനകത്ത് ഇടപെട്ട ഒരാളാണ്. ഇത് രാത്രി ആയി കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലുള്ള വെള്ളം കുടിച്ചും ഈ രീതിയിലുള്ള അത് അധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ പഞ്ചായത്തിനെ പറ്റി സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് അധികാരികൾ വന്നൊന്ന് നോക്കിയാൽ നല്ല. കാരണം വെള്ളം കുടിച്ച് വിപ്ലവമാണ് നിങ്ങൾ തല്ലും ഒച്ചപ്പാടും അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചതാണ്. പക്ഷെ അത് ഒന്നുകൂടെയും അത് അധികാരികളുടെ അതിലേക്ക് നമ്മളെ പോലുള്ള മനുഷ്യരാണ് അവര്. പക്ഷെ എന്നാലും അവർ ഇച്ചിരി കൂടി വരാണ്. ഞാനിപ്പോ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ വരും. റോജി എം ജോണിന്റെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഇന്നലെ വന്നു കഴിഞ്ഞു. അപ്പോൾ കുന്നപ്പള്ളി പറഞ്ഞൊരു കാര്യം, ഞാൻ കുന്നപ്പള്ളിയോട് ഈ കാര്യം ചോദിച്ചു, പെരുമ്പാവൂരിന്റെ കാര്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ റെഡ് സ്ട്രീറ്റ് വരെ ഉണ്ടെന്ന് പറഞ്ഞു. പെരുമ്പാവൂർ ഒരു MLA ആണ് പറയുന്നതെന്നും കൂടെ നിങ്ങൾ ഓർക്കണം. ഒരു MLA പറയാണ് പെരുമ്പാവൂരിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ റെഡ് സ്ട്രീറ്റ് വരെ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നമ്മളത് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അധികാരികളിടയ്ക്ക് നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് പെട്രോൾ ഇതൊക്കെ ചെയ്താൽ കുറേയൊക്കെ ഒന്ന് കുറയും. നമുക്ക് എല്ലാം ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അവരും ഇവിടെ വന്ന് നമുക്കതിനകത്ത് ഞങ്ങൾക്കൊന്നും എതിർക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും പോകാൻ പറ്റില്ല. പക്ഷേ അധികാരികൾ എത്തിപ്പോഴാണെങ്കിൽ ഇടയ്ക്കൊന്ന് പോലീസോ ഒന്നൊന്ന് കറങ്ങിയൊക്കെ പോവാണെങ്കിൽ രാത്രിയൊക്കെ ഒന്ന് തോന്നി അവർക്കൊരു ഭയം ഉണ്ടാവും. കുറേയൊക്കെ നമുക്കതൊന്ന് ഒഴിവാക്കാം. നമ്മുടെ ഈ ജിമ്മിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ നമുക്ക് എന്താ ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ചിട്ടില്ല, ഇവിടെ ബാക്കിയുള്ള ജിമ്മുകളിലൊക്കെ പോകുമ്പോൾ നല്ല എമൗണ്ട് കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മളെപ്പോലെ ഈ യൂത്ത് വിങ് ഏജ് കൂടുതലുള്ളവർക്ക് അത്യാവശ്യം വേണ്ട ഈ എക്യുപ്മെന്റ്സ് ഇവിടെ ഉണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊക്കെ 60 വയസ്സ് കഴിഞ്ഞവരാ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കാലത്ത് തന്നെ ഒരു 5 മണിക്കൂർ നടന്നൊരു 5 കിലോമീറ്ററിൽ നടക്കും. അതിനുശേഷം ഞങ്ങൾ ഈ എക്സസൈസ് ചെയ്യാനായിട്ട് പിടിച്ചു വരും. അപ്പം നമുക്ക് അത്ര ആവശ്യമുള്ളൂ. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ പൈസ ചിലവാക്കിയിട്ട് 1000-750 രൂപയും 1000 രൂപയും കൊടുത്ത് അവർ വേറെ ജിമ്മിൽ പോയിട്ട് അവർ എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേറെ മുതൽ മുടക്കൊന്നുമില്ല, നമ്മുടെ ബോഡി സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് ഏറ്റവും ഉദാഹരണം നമ്മൾ ഇതുപോലെ ജിമ്മുകളുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമൊന്നും കൊടുക്കാണ്ട് നല്ല രീതിയിൽ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ തുറവൂർ പഞ്ചായത്തിലെ ഏക ജിമ്മാണോ? ഇതായിട്ട് ഇപ്പൊ കോഴിയോളം ഭയങ്കര ഇതായിട്ട് വരുന്നുണ്ട്. അതിന് ജില്ലയിൽ നിന്നുള്ള രീതിയിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പൈസ എമൗണ്ട് ചിലവാക്കിയിട്ട് അവിടെ എല്ലാം ഉണ്ട്. മറ്റേ സ്വിമ്മിംഗ് പൂൾ വരും, പിന്നെ പാർക്ക് വരും, അതുപോലെ അത്യാവശ്യം നടക്കാനുള്ള വാക്കിംഗ്, അതുപോലെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇപ്പോൾ കൂടുതൽ വൈകാണ്ടൊക്കെ അവിടെ വരുന്നുള്ള രീതിയിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൊണ്ടും ഇവിടുത്തെ ഒരു തുറവുകാർക്കുള്ള നല്ലൊരു പ്രയോജനം വരുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രീതിയിലാണ് ഒരു കൊറായ്മ ഉള്ളത് പീരിയോഡിക്കലുള്ള സർവീസ് നടക്കുന്നില്ല ഇവിടെ. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. വേറെ എന്തെങ്കിലും നിങ്ങൾ കൂടുതൽ ആൾക്കാർ സംസാരിക്കാത്ത സംസാരിക്കാം. നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ജിമ്മിലേക്ക് വലിയ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് കിട്ടാതാവും. പല സമയത്തും നോക്കി നിന്ന് ക്യൂ നിന്ന് കയറേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് കഴിഞ്ഞെങ്കിൽ ഒരു മിനിറ്റ് ഇരിക്കുന്നതാണ്. ഞങ്ങൾ ഈ ഓപ്പൺ ജിമ്മ് തുടങ്ങിയ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഓപ്പൺ ജിമ്മിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ നടക്കി ടൂർ പോകാറുണ്ട്. ഗ്രൂപ്പിൽ 10-25 പേരുണ്ട്. അത് പല മേഖലയിൽ നിന്നുള്ള ആൾക്കാരിവിടെ വന്നുകൊണ്ടിരുന്നവരുണ്ട്. പലരും പല ജോലിയായിട്ട് പല കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഓപ്പൺ ജിമ്മിൽ തന്നെ ടൂർ പോകാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഇടയ്ക്ക് ചില വീടുകളിൽ കൂടാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നത്. അത് ഈ എൻജോയ്മെന്റിന് ഇവിടെ വന്ന് കൂടിയിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ കണ്ടിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള കൂടുതൽ ആളുകൾ ഈ ജിമ്മ് വന്ന് ഉപയോഗിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം
ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ സണ്ണി പറഞ്ഞ കാര്യം എല്ലാവരും വന്നാൽ ഇവിടെ ബാക്കിയുള്ളതൊന്നും നോക്കി വെക്കില്ല. അപ്പോൾ കുറച്ച് നേരം നോക്കിയിട്ട് വീട്ടിൽ പോകേണ്ടി വരും. അല്ല, അത് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് ആരും തയ്യാറാവില്ല. പല സമയത്ത് വന്നവരങ്ങനെ 5 മണി തുടങ്ങിയ ആൾക്കാർ 6:30 എല്ലാ ടൈമിലും ആൾക്കാർ വന്ന് ഒന്നിച്ചു കൂടാൻ ആൾക്കാർ ഒരുപാടുണ്ട്. ഒരേ സമയമാണ്. ക്ലിയർ ആവില്ല. അത് ഇപ്പം ഇത്ര ആള് നിൽക്കുമ്പോൾ തന്നെ എത്ര ഐറ്റം കയറാൻ പറ്റും? അതിനുള്ള ഐറ്റംസ് കൂടി ഇല്ല. കുറച്ചും കൂടി അല്ല, ഇത് അപ്പൊ ഐറ്റത്തിൽ കയറുമ്പോൾ ആ സമയത്ത് അല്ല, വാക്കിംഗ് ചെയ്യാൻ, ജോയിങ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അല്ല മറ്റുള്ളവർക്ക് ഉള്ള അത്രയും ഐറ്റംസ് ഇപ്പോൾ ഇവിടെ ഇല്ല. ഇതെങ്ങനെ തരുമോ? ഐറ്റംസിൽ വരാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉള്ളതിൽ സന്തുഷ്ടരാകാൻ പരിശ്രമിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാം കിട്ടിയിട്ടേ നമ്മൾ തുടങ്ങുള്ളൂ കരുതുന്നതിന് അർത്ഥം. അങ്ങനെയില്ല, നമ്മളുള്ളതുകൊണ്ട് നമുക്ക് ഇത് പെടാനും. പക്ഷേ പണ്ട് കാരണം ഉള്ളത് കൊണ്ട് വേണം പോലെ ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ നിന്ന് മൂക്കുന്നൂർ നടക്കും. മൂക്കുന്നൂർ ഓപ്പൺ ജിമ്മിൽ പോകും. ചിലപ്പോൾ അവിടെ കുറേ നേരം പ്രാക്ടീസ് ചെയ്ത് അവിടെ നിന്ന് നടക്കാറ്. അങ്ങനെ മാണിക്യാമലം പോയിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിട്ട് പോവാറുണ്ട്. ആദ്യം തന്നെ നമ്മളുടെ ജിമ്മിൽ തന്നെ തുടങ്ങാം. ശരിക്കും ഞങ്ങളുടെ ജിമ്മിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളൊരു ലഹരിയായിട്ട് തന്നെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും മുടങ്ങാതെ നമ്മൾ ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇന്നൊരു വൈകിട്ട് ഒന്നും അടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ശരിക്ക് ആ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അത് പറയുമ്പോൾ പലർക്കും മനസ്സിലാവും. പിന്നെ നമ്മളുടെ ഇവിടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വന്ന കാലഘട്ടത്തിൽ ശരിക്ക് തുറവൂരിൻ്റെ ഒരു മുഖച്ഛായ മാറ്റിയ ഒരു പ്രസ്ഥാനമായിരുന്നു അത്. പക്ഷെ ഇന്നത് ശോചനീയാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പല സ്ഥലത്തും ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളും ഇതുകളും അപ്പോൾ 10-40 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു കാലഹരണപ്പെട്ട അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കുന്ന ITA ആണ്. ഈ ITA തുറവൂരിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണെങ്കിലും ഇപ്പം അത് പൊളിച്ചു പണിയണമെങ്കിൽ ITA വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് വേണം അത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് അന്ന് നമ്മൾ 40 കൊല്ലം മുമ്പ് പണിയുന്ന അതായത് നമ്മൾ അത്ര പ്രിക്കോഷൻ നമ്മൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത് കുറച്ചും കൂടിയൊക്കെ വലിച്ചിട്ട് പണിയായിരുന്നെങ്കിൽ വണ്ടി പാർക്കിങ്ങിനും ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് തുറവൂരിൻ്റെ മുഖച്ഛായ, തുറവൂരിനൊരു വികസനവും തുറവൂരിൻ്റെ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവണമെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ച് ഒരു റീകൺസ്ട്രക്ഷൻ വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞോളൂ. ഇതിലൊക്കെ സംഭവം തന്നെ പറയാം. വീണാജോധൻ്റെ സംഭവം. വീണാജോധന് ആരാണ് അവന് മറ്റേ ശതം കൊട്ടതെന്ന് ഒരു തെളിവും കിട്ടിയിട്ടില്ല. എന്നിട്ട് പറയുന്നു നമ്മൾ കേസ് പിള്ളേരാണ് അവർ ആക്രമിച്ചതെന്ന് പറയുന്നത്. ആ സത്യം ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഇതെങ്ങനെ വരും? രാഷ്ട്രീയത്തിനകത്ത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഇലക്ഷൻ പറ്റുന്ന സമയത്ത് അതൊക്കെ സർവ്വസാധാരണമാണ്. അത് ഓരോരുത്തരും അവരുടെ അനുസരിച്ച് അത് പ്രയോഗിക്കും. അനുസരിച്ച് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് അവർ പ്രൊമോട്ട് ചെയ്യും. അത് രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവമാണ്. അതിനകത്ത് ഇരുവരുള്ളായിട്ടുള്ള മറ്റേ മുഖ്യമന്ത്രിയും മോഹൻലാലായിട്ടുള്ള അഭിമുഖം കാണിച്ചായിരുന്നു. മുഖ്യമന്ത്രി പറയുന്നത് അങ്ങേരോട് തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത്, ഇതേവരെ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലാവണില്ല. അങ്ങനെ തെറ്റ് ചെയ്തില്ല. ആരെങ്കിലും പറയൂ ഞാൻ തെറ്റിയിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയൂ? അത് പറയില്ല. ചേട്ടൻ പറയൂ. ഞാൻ പറ്റിയിട്ടുണ്ട്, ഞാൻ പറയാറുണ്ട്. ഒരു പരിധി വരെ പറയാറുണ്ട്. ഒരു പരിധി വരെ അവിടെ ഒരു പരിധിയുണ്ട്. പിന്നെ നമ്മുടെ ആലഞ്ചേരിയുടെ കേസ് പറയണോ? ഏത് കേസ് ഇവിടെ നമ്മൾ ഏത് കേസ് എടുക്കും? എല്ലാ കേസും അതെനിക്ക് പറയേണ്ടത് ആഗ്രഹമായിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ആലഞ്ചേരിയിലും അങ്ങനെ ഒന്നുമില്ല. ഞാറലക്കാട്ട് പിതാവിന്റെ ജൂബിലി ഉദ്ഘാടകൻ നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തപ്പോൾ അങ്ങേർക്ക് എഴുതി കൊടുക്കാനുള്ള വായിക്കുന്ന ബൈബിൾ കോട്ടിയത് അങ്ങനെ സംസാരിച്ച് അങ്ങേര് തിരക്കിട്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആലങ്കേരുടെ പ്രസംഗമായിരുന്നു. അതായത് ഇങ്ങനെ അങ്ങേര് പ്രസംഗിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസി ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെത്രാനാകുമായിരുന്നു. സത്യമാണോ അത്? അതിലുള്ള ഒരു ഗുണവിശേഷങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? ഇല്ല. അപ്പൊ ഈ ആലങ്കേരിയുടെ കൊള്ളരായ്മകൾക്ക് കൂട്ടു നിന്നുകൊണ്ടല്ലേ അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത്? ഇതിനകത്തൊന്നും മറുപടി പറഞ്ഞാൽ ഞാനല്ല, ആലഞ്ചേരി പറയണം അല്ലേ? നടത്തുന്നുണ്ട്. ഞങ്ങൾ വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 എപ്പിസോഡുള്ള ഒരു പ്രോഗ്രാമാണ്. മാർച്ച് 3 മുതൽ ജൂൺ 11 വരെയുള്ള ഒരു എപ്പിസോഡാണ്. സ്കൂളുകളിൽ ഇതേപോലുള്ള ക്രൗഡുകളിലൊക്കെ നമ്മൾ മൈത്രി വെച്ച ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തായിരുന്നു. അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു സന്ദേശമുണ്ട്. ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം. കളിക്കളമാണ് ലഹരി. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ ലഹരിയിലാകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ലഹരിയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ കുട്ടികളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. ഏറെക്കുറെ
ഒരു ഓൾമോസ്റ്റ് ഒരു 50,000 കിലോമീറ്ററെങ്കിലും ട്രാവൽ ചെയ്യേണ്ടി വരും ഞങ്ങൾക്ക് ഈ അടുത്ത 3 മാസം കൊണ്ട് ഈ ഒരു 100 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൊല്ലത്തായിരുന്നു. ഈ ആഴ്ച നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ മാഹി കണ്ണൂർ ഭാഗത്താണ്. അപ്പോൾ ഞാൻ ആ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. ബാറുകളും ഇതൊക്കെ നമുക്ക് രാത്രി 12 മണി വരെ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി ആർക്കാണ് 2 മിനിറ്റ് അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റും? ആ ഒരു നടപടി നമ്മുടെ വരും തലമുറയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു നടപടിയാണോ അതോ അതൊരു മോശമായ ചിന്താഗതിയാണോ? എന്താ പറയാൻ പറ്റും? ആരാ പറഞ്ഞു? ഇന്നത്തെ സാഹചര്യത്തിൽ ബാറുകൾ 12 മണി വരെ സമയം നീട്ടിയതിൽ അതിൻ്റെ ഉപകാരം തീർച്ചയായിട്ടും കിട്ടുന്നത് സർക്കാരിന് മാത്രമായിരിക്കും. കുടുംബങ്ങളിൽ തകർച്ചകൾ ഉണ്ടാവും. കാരണം സന്ധ്യാപ്രാർത്ഥനകൾ നമ്മുടെയൊക്കെ പഴയ കാലത്ത് കാരണന്മാരോട് ജീവിച്ചിരുന്ന കാലത്ത് വീടുകളിൽ 7 മണിക്ക് നമ്മൾ ചെല്ലുന്നു, അവിടെ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ഇന്ന് 12 മണി വരെ ബാറ് നീട്ടുമ്പോൾ കുടുംബങ്ങളിലിരിക്കുന്ന ഭാര്യ ഉൾപ്പെടെ അല്ലെങ്കിൽ പേരൻസ് ഉൾപ്പെടെ അവർക്കൊന്നും ഈ മക്കളുടെ സാന്നിധ്യം അനുഭവിക്കാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 12 മണി വരെ ബാറിൻ്റെ സമയം നീട്ടിയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന് ധാരാളം ഫണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ ന്യൂജൻ ആൾക്കാർ അവരെല്ലാവരും രാത്രിയാണ് ലൈഫ് എൻജോയ് ചെയ്യുന്നത്. രാത്രി ലൈഫ് എൻജോയ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീടുകളിൽ രാത്രി കാലങ്ങളിൽ ആൾക്കാരുടെ സാന്നിധ്യം കുറവാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, റോഡ് ആക്സിഡൻസും ഡെത്ത് കേസുകളും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രാത്രിയാണ്. അതിൻ്റെ കാരണം ഈ ലഹരിക്ക് അടിമയായ കുട്ടികളും അതുപോലെ മദ്യത്തിനടിമയായ കുട്ടികളും വാഹനം ഓടിച്ചു പോകുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളാണ്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വരാം. ഞാനൊരു വോളിബോൾ പ്ലെയറായിരുന്നു. എന്നെപ്പോലെ കളിച്ചു വളർന്നിട്ടുള്ള ഒരാളും ലഹരിക്ക് അടിമയായിട്ടില്ല. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൊരു കാര്യം, കുട്ടികളിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി, ഞാൻ ഇന്നതെന്ന് പറയുന്നില്ല, കായികമാവാം കലാപരമാവാം, എന്തെങ്കിലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അവനിൽ ചെറുപ്പം മുതൽ വളർത്തിയെടുത്താൽ, അതിലവൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ, അതിലവന് വിദഗ്ധനാവാം, അവന് നേട്ടങ്ങൾ കൊയ്യാം. ലഹരിയിൽ ഒരിക്കലും ആ കുട്ടിക്ക് പോകാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും കളിയിലേക്ക് വരണം എന്നല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം, കളിക്കളമാണ് ലഹരി. തീർച്ചയായിട്ടും അവിടെ രാഷ്ട്രീയത്തിന് മാത്രം അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ നയിക്കേണ്ടവർ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, ആ രംഗത്തേക്ക് വരികയാണെങ്കിൽ അവർ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും അതൊരു മുതൽക്കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. യുവതലമുറ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ അവർ എഫിഷ്യൻ്റാണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം ആ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് കൂടുതൽ ശോഭിക്കാൻ കഴിയും. പഴയ നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വരുമ്പോൾ മാത്രമേ ഒരു സമൂഹത്തിന് മൊത്തത്തിലൊരു ചേഞ്ച് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ച പല കാര്യങ്ങളും റോഡ് വികസനത്തിൻ്റെ അഭാവം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് റോഡിൻ്റെ മുഖത്താണ് കടകളിരിക്കുന്നത്. ഒരു കാരണവശാലും റോഡിനോട് ചേർന്ന് കടകളിരിക്കുമ്പോൾ അതിനെ റീലൊക്കേറ്റ് ചെയ്ത്, ഒരു മാർക്കറ്റാണെങ്കിലും മാർക്കറ്റിൻ്റെ സ്പേസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോന്ന് റീലൊക്കേറ്റ് ചെയ്ത് അതതിൻ്റെ ക്രമാതീതമായ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഈ വക റോഡ് വികസനത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ഒരു വികസന കുതിപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് തുറവൂർ. പക്ഷെ ഈ തുറവൂരിന്റെ ഇന്നുള്ള ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, തുറവൂർ എന്ന് പറയുമ്പോൾ അങ്കമാലി കൂടെ പറഞ്ഞു. അങ്കമാലി തുറവൂര് ഇന്ന് ഏറ്റവും കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, വികസന കുതിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഒത്തിരി പ്രദേശങ്ങൾ വളരെയധികം വികസിക്കാനായിട്ടുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു ആറാട്ടുപുഴ എന്ന് പറഞ്ഞ നല്ലൊരു പുഴ കിടപ്പുണ്ട്. വർഷങ്ങളായിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല.
ഈ കോഴിക്കുളം ആണെങ്കിലും വരുന്ന എല്ലാ വികസന സമിതികളും ഇതിപ്പോ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ UDF ഭരണസമിതി വന്നതിന് ശേഷം പല കുളങ്ങളും നവീകരിച്ചിട്ടുണ്ട്. ഇനിയും ഒത്തിരി നന്നായിട്ട് അവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ ഗ്രാമത്തലവൻ ശ്രീ MP മാർട്ടിൻ, അദ്ദേഹത്തിന് ഒരു നല്ലൊരു വിഷണറിയാണ്. അദ്ദേഹം ഒത്തിരി വിഷൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വികസന സെമിനാർ ഉണ്ടായിരുന്നു. ആ വികസന സെമിനാറിൽ ഒത്തിരി കാര്യങ്ങൾ അവർ വിഭാവനം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ന് ഇത് തുറവൂര് ഒരു ട്രാഫിക് ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഈ MC റോഡ് വഴി പോകുന്ന വാഹനങ്ങൾക്ക് കാലടിയിൽ, വല്ലത്ത്, പെരുമ്പാവൂര്, അതുപോലെ എയർപോർട്ട് ജംഗ്ഷൻ, പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഗതാഗതം ഭയങ്കരമായിട്ട് കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോൾ ഇതൊരു ബൈപ്പാസ് ആയിട്ട്, അതായത് അങ്കമാലിയിൽ നിന്ന് നേരെ മൂവാറ്റുപുഴ ഭാഗത്തേക്കോ മൂന്നാർ ഭാഗത്തേക്കോ കീഴിലും പോയി അതെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റോഡ് വളരെ സുഗമമായിട്ട് പോകാൻ പറ്റുന്ന, യാത്ര ചെയ്യാൻ പറ്റുന്ന റോഡായിട്ട് നമ്മുടെ ഈ തുറവൂർ കൂടി കടന്നു പോകുന്ന റോഡിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ജംഗ്ഷനിലും ഇതുവരെ വികസനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് തുറവൂർ ജംഗ്ഷനിൽ ഈ പ്രദേശത്ത് ഇപ്പോ കടകൾ പോലും റോഡിന്റെ ഓരം ചേർന്ന് ഇങ്ങനെ സാധനങ്ങൾ ഇറക്കി വെച്ച് കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ മാറി വന്ന ഭരണസമിതികളെ പലരും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ ഇടപെട്ട് ഈ കച്ചവടക്കാരോട് കയറിയിരിക്കാൻ പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഗ്രാമസഭ നടന്നപ്പോൾ ഗ്രാമസഭയിൽ ശക്തമായിട്ട് വാദിച്ച ഒരു കാര്യമാണ്, ഒരു കടയുണ്ടെങ്കിൽ ആ കടയ്ക്ക് പാർക്കിംഗ് ഏരിയ വേണം. അത് കഴിഞ്ഞിട്ടാണ് ഫുട്പാത്ത്. അപ്പൊ കടയുടെ മുമ്പിൽ പാർക്കിംഗ് ഏരിയ, അതിനുശേഷം ഫുട്പാത്ത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഫുട്പാത്തിലേക്ക് ഇറങ്ങിയാണ് കച്ചവടം നടത്തുന്നത്. എന്ന് വെച്ചാൽ പാർക്കിംഗ് ഏരിയ ഇല്ല, ഫുട്പാത്ത് കച്ചവടക്കാര് സാധനങ്ങൾ കയറ്റി വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെ ഇവിടെ വികസനം വരും? ഇതൊരു വലിയ ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇത് തുറവൂര് പ്രത്യേകിച്ച് ഇത്രയും വണ്ടികൾ, വാഹനങ്ങൾ, നമുക്ക് ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ 5 മിനിറ്റ് നോക്കി നിൽക്കണം. പ്രത്യേകിച്ച് എൻ്റെ വീട് അപ്പുറത്താണ്. ആ പ്രദേശത്തേക്ക് 5 മിനിറ്റ് നോക്കി നിന്നാൽ മാത്രമേ നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. അത്ര ഹെവി ട്രാഫിക് ഉള്ള റോഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മുരിങ്ങൂര് പ്രദേശത്ത് റോഡുകൾ അവിടെ ഹൈവേ ഒക്കെ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വണ്ടികളെല്ലാം തിരിച്ച് ഈ അതിരപ്പള്ളി പ്ലാന്റേഷൻ റോഡിൽ കൂടെ വിട്ടിട്ട് അതും ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹെവി ട്രാഫിക്കാണ്. ഇതിനൊരു പരിഹാരം കാണാനായിട്ട് സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടാം. താങ്ക് യു. നമ്മൾ ഈ 12 മണിക്ക് വരെ സമയം വാർന്നു, 12 മണി വരെ അതായത് ബാറിന് സമയം നീട്ടിക്കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവിനെ കുറിച്ചൊന്ന് ചോദിച്ചിട്ടൊന്ന് പറയുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇതിൽ കയറിയപ്പോൾ പറഞ്ഞത് ലഹരി മുക്ത കേരളം എന്നാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ സ്റ്റീഫൻ ദേവസി നമ്മളുടെ VD സതീശന് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് 10 മണി കഴിഞ്ഞാൽ കലാകാരന്മാരെല്ലാം കൊട്ടിയടച്ചു പോകും. അപ്പോൾ അവർ പറയുന്നത് സാധാരണ ഒരു അമ്പലങ്ങളിലും ഇങ്ങനെയുള്ള പരിപാടികളിൽ അവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ 9 മണിയാണ്. അല്ലാതെ അതെന്താണെന്നറിയോ, 10 മണിക്ക് കൊട്ടിയടച്ച് പോകണമെന്ന് പറഞ്ഞാൽ കൊട്ടിയടച്ച് നേരെ ബാറിലേക്ക് പോകണമെന്നാണ്. അല്ല, ഈ കലാകാരന്മാരുടെ അവസ്ഥ ഈ കലാകാരന്മാരുടെ അവസ്ഥയാണ് ആ പുള്ളി ചൂണ്ടിക്കാണിച്ചത്. കാരണം ഒരുപാട് കലാകാരന്മാരുടെ അവർക്ക് അതായത് അന്നം മുട്ടിക്കുന്ന, അതിൽ ഏറ്റവും വലിയൊരു തമാശ, അതായത് പിടിച്ചു കൊണ്ടുപോകുന്നത് മൈക്കോ ഓപ്പറേറ്ററെയാണ്. മൈക്കോ ഓപ്പറേറ്ററെയും. ഇത് സംഘാടകർ പറഞ്ഞിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും ആരെയാണ് ശിക്ഷിക്കേണ്ടത്? സംഘാടകരെയാണ്. സംഘാടകരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർ നിർത്താൻ പറയില്ല. അപ്പൊ ഈ പാവപ്പെട്ടവന്റെ മൈക്കും ഇതും പിടിച്ച് അവർ 6 മാസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവന്റെ അന്നം മുട്ടിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ അതായത് ജനം ഇതൊന്നും ചിന്തിക്കാത്തത് എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇലക്ഷൻ വരാൻ പോവാണ്. കഴിഞ്ഞ 2 പ്രാവശ്യമായി നമ്മുടെ അങ്കമാലി MLA റോജി M. ജോൺസാണ്. അദ്ദേഹത്തിന് ഈ പ്രാവശ്യം സീറ്റ് കിട്ടാതിരിക്കാം. ഈ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലെ പ്രവർത്തനത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണോ? അല്ല, ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി ഒന്ന് പറയുന്ന വളരെ ചെറുതായിട്ട് പറയണം കേട്ടോ. വളരെ സന്തോഷമാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത പ്രാവശ്യം ഇവിടെ നിന്ന് മത്സരിച്ചാൽ ജയിക്കുമെന്നാണോ? പറഞ്ഞു. നമ്മുടെ അങ്കമാലി MLA റോജി M. ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു യുവത്വമാണ് റോജി.
അതുപോലെ വിദ്യാഭ്യാസവും കഴിവും മറ്റ് മേഖലകളിൽ കൂടുതൽ സ്വാധീനവും ചെലുത്താൻ കഴിയുന്ന ഒരു MLA ആണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് പറവൂരും പരിസര പ്രദേശങ്ങളിലും അങ്കമാലി മണ്ഡലത്തിൽ മൊത്തത്തിൽ നല്ല നല്ല റോഡുകൾ, അതുപോലെ ഈ ഓപ്പൺ ജിം പോലത്തെ ആരോഗ്യരംഗത്ത് മറ്റെല്ലാ മേഖലകളിലും അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു MLA ആണ് റോജി. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണെന്നുള്ള സത്യമാണ്. പക്ഷേ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ്. അങ്കമാലി തുറവൂർ ഓപ്പൺ ജിമ്മിൽ വെച്ച് നടത്തിയ ഇന്നത്തെ ജനവിചാരം എന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലൊരു എപ്പിസോഡ് നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ, റെസിഡൻഷ്യൽ ഏരിയയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും എത്തും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.